അവർ പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, തളർച്ച, മുടി കൊഴിച്ചിൽ, ഇത് വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് കൂടുതൽ കയ്പ്പ് രസം വായിൽ വരുന്നതാണെങ്കിൽ, അതേസമയം ആൻറ്റാസിഡ്സ് കഴിച്ചാലും എന്ത് ടാബ്ലറ്റ്സ് കഴിച്ചാലും അതുകൊണ്ടാണ് അവിടെ കൂടുതലും ഡെഫിഷ്യൻസീസ് വരുന്നതും ഹെയർ ഫോൾ കൂടുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ആൽക്കഹോൾ കഴിച്ചിട്ട് അത് ദഹിക്കുന്നതിൻ്റെ കാരണം കുറച്ചൊരു എരിച്ചിലും പുകച്ചിലും വന്നു, പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു ബേണിംഗ് സെൻസേഷൻ കൂടുവാണെങ്കിൽ, മാമിൻ്റെ മെയിൻ ഏരിയ ആണ് ആസിഡ് റിഫ്ലെക്സ്. അപ്പോൾ അത് ഹൈപ്പർ ആണോ അതോ ഹൈപ്പോ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുക? അത് ഒത്തിരി പേഷ്യൻസിൻ്റെ ഡൗട്ടാണത്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻഡൈജഷൻ ആണ് ഹൈപ്പോ അസിഡിറ്റിയുടെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അതായത് എന്ത് കഴിച്ചാലും ദഹിക്കാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ആണ്, ഗ്യാസ്, അതൊക്കെ അവർ പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഹൈപ്പോ അസിഡിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിൻ്റെ വീര്യം കുറവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അവരിപ്പോൾ ഒരു മീൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, എത്ര നേരം വേണമെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റും. അതേസമയം ഒരു ഹൈപ്പർ അസിഡിറ്റിക്ക് ആണെങ്കിൽ അവർക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര പരവേശവും, അതുപോലെ തന്നെ ആസിഡ് കയറി വരിക, അവർക്ക് ആ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴും ഹൈപ്പർ അസിഡിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവർക്ക് ഹൈപ്പർ അസിഡിറ്റിക്ക് അധികം ബ്ലോട്ടിങ്ങും ഗ്യാസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അവർക്ക് ഈ കൊക്കക്കോള, പെപ്സി അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതായത് ഭയങ്കരമായിട്ട് ആ അസിഡിറ്റി കൂടും. അതേസമയം നമ്മുടെ ഹൈപ്പോ അസിഡിറ്റിക്ക് ആവട്ടെ എയറേറ്റഡ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഇത്തിരി ആൽക്കഹോളൊക്കെ കഴിച്ചാലും അത്ര അങ്ങോട്ട് ഒരു പ്രശ്നം വരാറില്ല. അപ്പോൾ ആൽക്കഹോളിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പേഷ്യൻ്റ് പറയുമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം അടിച്ചാൽ എനിക്ക് യാതൊരു രീതിയിലുള്ള ആസിഡ് റിഫ്ലക്സും ഇല്ല, ഒരു പ്രശ്നവും, കാരണം എനിക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് പറയും, അത് ബിക്കോസ് നിങ്ങൾ ഹൈപ്പോ അസിഡിറ്റിയിൽ പെട്ടതുകൊണ്ടാണ്. പക്ഷേ എല്ലാ ദിവസവും ആൽക്കഹോൾ കഴിച്ചിട്ടേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ആ ആസിഡിൻ്റെ pH കറക്റ്റ് ആക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറെ കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്, ആൻറ്റാസിഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറയുന്നത് ഹൈപ്പർ അസിഡിറ്റിയാണ്. അതേസമയം ആൻറ്റാസിഡ്സ് കഴിച്ചാലും എന്ത് ടാബ്ലറ്റ്സ് കഴിച്ചാലും പല വേറെ ഡിക്കോക്ഷൻസും പല രീതിയിലും ഒറ്റമൂലികളും ഒന്നും പ്രയോഗിച്ചിട്ടും ശരിയാവാത്തത് നമ്മുടെ ഹൈപ്പോ അസിഡിറ്റി. അത് ആഹാരത്തിലൂടെ തന്നെ കറക്റ്റ് ആക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒത്തിരി ഡെഫിഷ്യൻസീസ് വരുന്നത് എപ്പോഴും ഹൈപ്പോ അസിഡിറ്റിക്കാണ്. അതായത് ഏറ്റവും മെയിനായിട്ട് അവർക്ക് വരുന്നത്, അവർ പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, തളർച്ച, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഒത്തിരി നെർവിൻ്റെ പ്രശ്നങ്ങൾ, ബ്രെയിൻ ഫോഗ്. അതായത് നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ അവർ പറയണതെന്ന് വെച്ചാൽ അവർക്ക് ശ്രദ്ധക്കുറവ് വരുന്നു, അതുപോലെ തന്നെ ഓർമ്മശക്തി കിട്ടുന്നില്ല, പരീക്ഷയ്ക്കൊക്കെ പഠിക്കാനായിട്ടൊരു ഇത് വരുന്നില്ല, രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ തളർച്ച, ക്ഷീണം, ഭയങ്കരമായ ആങ്സൈറ്റി, മൂഡ് വേരിയേഷൻസ് ഒക്കെ വൈറ്റമിൻ ഡിയുടെയും B12 ഒക്കെ ഡെഫിഷ്യൻസീസ് വരുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈപ്പോ അസിഡിറ്റിയിൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു ന്യൂട്രിയൻസും നല്ല രീതിയിൽ, നല്ല വീര്യമുള്ള ആസിഡ് ഉണ്ടെങ്കിലല്ലേ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കൂടുതലും ഡെഫിഷ്യൻസീസ് വരുന്നതും ഹെയർ ഫോൾ കൂടുമ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം ഡെഫിഷ്യൻസീസ് അഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴും കൂടുതൽ, ഇല്ല എന്നല്ല പറയുന്നത്, നമ്മളുടെ ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കും. പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഹൈപ്പർ അസിഡിറ്റിക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് അവർക്ക് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും. അത്രയും പ്രശ്നം വരില്ല ഹൈപ്പോ അസിഡിറ്റിക്ക്. അതേപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റിക്ക്, ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കണോ എന്ന് എനിക്കറിയില്ല. ഹൈപ്പർ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഈ നെഞ്ചിൻ്റെ സ്റ്റേണം എന്ന് പറയും, അതായത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അപ്പർ സ്റ്റൊമക്കിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേദന ഉണ്ടാവും. വേദന ഇല്ലാത്തതായിരിക്കും, ആ വേദന ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ റേഡിയേറ്റിംഗ് പെയിനായിട്ട് ബാക്കിൽ, മുതുകത്ത്, അതുപോലെ തന്നെ ഈ വാരിയലിൻ്റെ സൈഡിൽ, ഇവിടെയൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പേഷ്യൻസ് പറയുമ്പോൾ ഏതാണെന്ന് നോക്കി എല്ലാ രീതിയിലും, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആണോ, ലൂസ് മോഷൻ ആണോ, എല്ലാ ദിവസവും അവരുടെ ബവൽസ് ക്ലിയർ ആണോ, അവരുടെ വേദന എവിടെയാണ് വരുന്നത്, അവർക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോ, കഴിച്ചാൽ കുഴപ്പമുണ്ടോ, ബേണിംഗ് സെൻസേഷൻ ആണോ അവർക്ക് കൂടുതൽ, അത് ഹൈപ്പർ അസിഡിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ഹൈപ്പോ അസിഡിറ്റിക്കും ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കൂടുതലും ഇത് വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് കൂടുതൽ കയ്പ്പ് രസം വായിൽ വരുന്നതാണെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റി ആയിരിക്കും.
അതേസമയം നമുക്ക് പുളിവെള്ളം, വായിൽ പുളിയാണ് വരുന്നതെന്ന് അവർ പറയണം. ആ വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുളി വരികയാണ് വായിൽ. അതേപോലെ തന്നെ ഫുഡ് തന്നെ തീട്ടി വരുന്നത് ഹൈപ്പർ അസിഡിറ്റിയാണ്. അപ്പോൾ ഹൈപ്പോ അസിഡിറ്റിയിൽ കയ്പ്പ് രസവും ഹൈപ്പർ അസിഡിറ്റിയിൽ പുളിയും അതുപോലെ തന്നെ ആ ഒരു മെറ്റാലിക് ടേസ്റ്റൊക്കെ, എന്തൊക്കെയോ മെറ്റലിൻ്റെ ഒക്കെ വായിൽ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഹൈപ്പർ അസിഡിറ്റിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് പറയുന്നത് വെച്ചാൽ ആപ്പിൾ സിഡർ വിനെഗർ ടെസ്റ്റാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചിട്ട് അവരോട് പറയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആൽക്കഹോൾ കഴിച്ചിട്ട് അത് ദഹിക്കുന്നതിൻ്റെ കാരണം അത് മറ്റേ നമ്മളുടെ ഹൈപ്പോ അസിഡിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ ആൽക്കഹോൾ നിർത്ത്, എന്നിട്ട് നിങ്ങൾ ആപ്പിൾ സിഡർ വിനെഗർ നല്ല സാധനം കഴിക്കാൻ പറയും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്വാപ്പാണ് ഈ ACV അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത്. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ആഹാരത്തിന് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ മുമ്പ് നമ്മൾ കഴിക്കുക. എന്നിട്ട് നമുക്കൊരു പ്രോട്ടീൻ കൊടുക്കുക, അതായത് മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിച്ച് നല്ലൊരു ഫീൽ ഗുഡ് ആണെങ്കിൽ അത് പ്യുവർലി കേസ് ഓഫ് ഹൈപ്പോ അസിഡിറ്റിയാണ്. അതേസമയം അവർക്ക് കുറച്ചൊരു എരിച്ചിലും പുകച്ചിലും വന്നു, പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഒരു ബേണിംഗ് സെൻസേഷൻ കൂടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹൈപ്പർ അസിഡിറ്റി. കാരണം അവർക്ക് ഓൾറെഡി ആസിഡ് ആവശ്യത്തിനുണ്ട്, പക്ഷെ അത് അവർക്ക് കൂടുതലും ആ വാൽവിൻ്റെയും ബേണിംഗ് സെൻസേഷനും ഇൻഫ്ലമേഷനും അവിടെ വന്നതുകൊണ്ടാണ് ആ ഹൈപ്പർ അസിഡിറ്റി. അവർക്ക് ആസിഡിൻ്റെ കുറവ് കൊണ്ടല്ല വരുന്നത്, പിന്നെ വാൽവിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പോകുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഒരാൾ ഹൈപ്പോയാണോ എന്ന് അറിയണമെങ്കിൽ അവർക്ക് ഇൻഡൈജഷൻ, അതായത് പ്രോട്ടീൻ ഇൻഡൈജഷനും ബ്ലോട്ടിങ്ങും വീർത്ത് കെട്ടി പുവർ ഡൈജഷനെയാണ് ഹൈപ്പോ അസിഡിറ്റി മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.